ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം വണ്ടികൾ വിറ്റ വാഹന നിർമ്മാണ കമ്പനികളെ പറ്റിയാണ്. ആൻഡ് 14 കമ്പനികളുണ്ട്, നിങ്ങൾക്കറിയാലോ. അതിൽ ഏറ്റവും താഴെ വരുന്ന 2 കമ്പനികൾ എപ്പോഴും ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ്. 14th പൊസിഷനിൽ നിൽക്കുന്ന ജീപ്പാണ്. ജീപ്പിന് കഴിഞ്ഞ മാസം ജസ്റ്റ് 377 വാഹനങ്ങൾ സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർച്ച് മാസത്തിൽ 425 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതായിരുന്നു. അതായത് 48 വാഹനങ്ങളുടെ വ്യത്യാസം 11.29% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം തിരക്കേടില്ലാത്തൊരു ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ആൻഡ് ചെറിയ രീതിയിൽ സെയിൽസ് ഡൗൺ ആയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ ലിസ്റ്റിൽ കൂടുതൽ വണ്ടികളുടെയും സെയിൽസ് ഡൗൺ തന്നെയാണ് ആയിരിക്കുന്നത്. മുകളിലേക്ക് പോയിട്ടുള്ള കമ്പനി ആകെ ഒരൊറ്റ ഒരെണ്ണം ഉള്ളൂ, അതും 14 ഒരെണ്ണം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം അത്ര റെയറായിട്ടാണ് സെയിൽസ് മുകളിലേക്ക് പോയിരിക്കുന്നതെന്ന്. എനിവേ, ഞാനിപ്പം 2 കമ്പനികൾ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് പറഞ്ഞതിൽ 13th പൊസിഷനിൽ നിൽക്കുന്ന സെട്രോയിൻ ആണ്. സെട്രോയിന് പക്ഷേ മാർച്ചിൽ നല്ല സെയിൽസ് കിട്ടിയതായിരുന്നു. ഏപ്രിൽ ആകപ്പാട് 404 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയുള്ളൂ. പക്ഷേ മാർച്ച് 2024 1006 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതായിരുന്നു. അത് നല്ലൊരു കിട്ടലായിരുന്നു. 602 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. വലിയ ഡിഫറൻസ് തന്നെയാണ്. 59.84% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമുക്ക് ഈ കൂട്ടത്തിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൈ ഡീഗ്രോത്ത് പെർസെൻറ്റേജും ഇത് തന്നെയാണ്. ഇവരുടെ പൊതുവെയുള്ള വാഹനങ്ങളുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 400-500 അടുത്തൊക്കെ ആയിരിക്കും. ഇപ്പോൾ മാർച്ച് മാസത്തിൽ പെട്ടെന്ന് എങ്ങനെ ഇത്രയും കയറിപ്പോയെന്നറിയില്ല. പക്ഷേ ഏപ്രിലിൽ പിന്നെയും തിരിച്ച് അവരുടെ ആ ഒരു പഴയ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി കഴിഞ്ഞ വർഷമൊക്കെ ഇവരുടെയൊക്കെ 1000-അടുത്തൊക്കെ വിൽക്കുമായിരുന്നു. 1000 വിൽക്കണം, കാരണം ഇവർ കൂടുതലും ബഡ്ജറ്റ് റേഞ്ചിൽ ഓഫർ ചെയ്യുന്നൊരു കമ്പനിയാണ്. ജീപ്പ് പിന്നെ വലിയ കുഴപ്പമില്ല. സ്റ്റെല്ലാൻഡിസിൻ്റെ കീഴിലാണ് 2 കമ്പനികളെങ്കിലും, കാരണം അവർ പ്രീമിയം കമ്പനിയാണല്ലോ. ഇനി അടുത്തത് നിസാനാണ്. 12th പൊസിഷനിലാണ് നിൽക്കുന്നത്. 2404 വാഹനങ്ങളുടെ സെയിൽസ് ആണ് അവർക്ക് ഏപ്രിലിൽ കിട്ടിയത്. മാർച്ച് മാസത്തിൽ 2701 വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയതായിരുന്നു. 297 വാഹനങ്ങളുടെ വ്യത്യാസവും 11% ഡീഗ്രോത്ത് റേറ്റുമാണ് നിസാന് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത സെയിൽസ് കിട്ടുന്നുണ്ടെന്ന് പറയാം. ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് ഇവരുടെ സെയിൽസ്. പിന്നെ ഇന്ത്യയിലാകെ ഇപ്പം നിസാന് ഒരൊറ്റ വണ്ടി മാത്രമേ ഉള്ളൂ, അത് മാഗ്നൈറ്റ് ആണ്. ഇനിയിപ്പോൾ പുതിയ വണ്ടികൾ അടുത്ത വർഷം വരുന്നുണ്ട്. അത് നിസാന് മാത്രമല്ല, റെനോയുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ സ്കോഡയാണ്. സ്കോഡയ്ക്ക് കഴിഞ്ഞ മാസം 2579 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചത്. മാർച്ചിൽ 2802 വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചായിരുന്നു. 223 വാഹനങ്ങളുടെ നഷ്ടവും അതുപോലെ 7.96% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. അഗെയിൻ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല, ചെറിയൊരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും വന്നിരിക്കുന്ന വ്യത്യാസം ഡീഗ്രോത്ത് ആണ് എന്ന് മാത്രം. ഗ്രോത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല. 11th പൊസിഷൻ സ്കോഡ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നെങ്കിൽ ഫോക്സ് വാഗൺ ആദ്യം വരും, അല്ലെങ്കിൽ സ്കോഡ ആദ്യം വരും. പക്ഷേ 2 കമ്പനികളും സെയിൽസിൻ്റെ കാര്യത്തിൽ എപ്പോഴും അടുത്തടുത്തായിരിക്കും, അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 10th പൊസിഷൻ നിൽക്കുന്ന ഫോക്സ് വാഗൺ ആണ്. ഫോക്സ് വാഗന് കഴിഞ്ഞ മാസം 3049 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. പക്ഷേ മാർച്ചിൽ ഇവർക്ക് 3529 വാഹനങ്ങളുടെ സെയിൽസും ലഭിച്ചായിരുന്നു. നല്ല വ്യത്യാസമുണ്ട്. 480 വാഹനങ്ങളുടെ വ്യത്യാസവും അതുപോലെ 13.6% ഡീഗ്രോത്തും വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഇവരിപ്പം മൊത്തത്തിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ വെച്ച് കളിക്കുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് 2 കമ്പനികളും സെയിൽസും കുറച്ച് താഴേക്ക് പോയത്. സ്കോഡയും ഫോക്സ് വാഗനും എപ്പോഴും അടുത്തടുത്ത് വരുമെങ്കിൽ അടുത്തടുത്ത് വരാത്ത 2 കമ്പനികളുണ്ട്. അതാണ് നിസാനും റെനോയും. നിസാൻ എപ്പോഴും താഴെ ആയിരിക്കും, റെനോയിനെ കുറച്ചുകൂടെ മുകളിലായിരിക്കും. എനിവേ, 9th പൊസിഷനിൽ റെനോ ആണ് നിൽക്കുന്നത്. 3707 വാഹനങ്ങളുടെ സെയിൽസാണ് റെനോയ്ക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. മാർച്ചിൽ 4225 വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. 518 വാഹനങ്ങളുടെ വ്യത്യാസവും 12.26% ഡീഗ്രോത്തും വന്നിട്ടുണ്ട്. ഈ റെനോ ആക്ച്വലി പണ്ടൊക്കെ 7000-8000 ആ റേഞ്ചിലൊക്കെ വണ്ടികൾ വിറ്റുകൊണ്ടിരുന്ന കമ്പനിയാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ പുതിയ വണ്ടികളൊന്നും ഇറക്കാത്തതുകൊണ്ട് താഴേക്ക് വീണുപോയതാണ്. ഇനിയിപ്പം നിസാൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അടുത്ത വർഷം 2025 ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ 2 പേരുടെയും കൂടെ പുതിയൊരു 5-സീറ്റർ C സെഗ്മെൻറ്റ് SUV വരുന്നുണ്ട്, ക്രെറ്റേനൊക്കെ പിടിക്കാനായിട്ട്. അത് വന്നു കഴിയുമ്പോഴാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു മെയിൻ മൂവ്മെൻറ്റ് ഈ 2 കമ്പനികളുടെയും കേസിൽ കാണാൻ പറ്റും. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹോണ്ടയാണ്. ഹോണ്ടയ്ക്ക് കഴിഞ്ഞ മാസം 4351 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇവരുടെ സെയിൽസ് വളരെ നല്ല രീതിയിൽ തന്നെ താഴേക്ക് പോയിട്ടുണ്ട്. കാരണം മാർച്ചിൽ 7071 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതായിരുന്നു. 2720 വാഹനങ്ങളുടെ വ്യത്യാസം നമുക്ക് പറയാം. അതുപോലെ 38.47% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് റേറ്റ് വന്ന കമ്പനി കൂടിയാണ് ഹോണ്ട എന്ന് പറയേണ്ടി വരും. പെട്ടെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ സെട്രോയിൻ്റെ ഡീഗ്രോത്ത് റേറ്റ് ഹോണ്ടയേക്കാൾ കുറവല്ലേന്ന് തോന്നിയേക്കാം. പക്ഷേ പെർസെൻറ്റേജ് കണക്കിൽ അത് കൂടുതൽ വരുന്നത് കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടെ ലോ വോളിയം സെല്ലർ ആയതുകൊണ്ടാണ് സെട്രോയിൻ. ഇത് ഒത്തിരി കൂടെ കൂടുതലാണ് ഹോണ്ടയുടെ സെയിൽസ് നമ്പേഴ്സ്. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി MG ആണ്. അത് 2019 ഇന്ത്യയിലേക്ക് വന്ന MG കഴിഞ്ഞ 25 വർഷമായിട്ട് ഇന്ത്യയിലുള്ള ഹോണ്ടയെ കഴിഞ്ഞ മാസം ഓവർടേക്ക് ചെയ്തു. 4485 വാഹനങ്ങളുടെ സെയിൽസാണ് MGക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. 4648 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു മാർച്ചിൽ അവർക്ക് കിട്ടിയത്. അതായത് 163 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. 3.51% ആണ് ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ
ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളത് ഇതിൻ്റെയാണ് എന്ന് പറയാം. കാരണം മറ്റുള്ള കമ്പനികൾക്കൊക്കെ ഡീഗ്രോത്ത് ഉണ്ടെങ്കിലും അത് നമ്പേഴ്സ് പെർസെൻറ്റേജ് കണക്കിൽ കൂടുതലാണ്. ഇവർക്ക് വളരെ മിനിമലായിട്ടുള്ള ഡീഗ്രോത്ത് ഓർ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം അങ്ങനെ മാറ്റർ ചെയ്യുന്നില്ല 150 വണ്ടികളൊന്നും. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ടൊയോട്ടയാണ്. ടൊയോട്ടയ്ക്ക് കഴിഞ്ഞ മാസം 18,700 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയിരിക്കുന്നത്. ഈ ടൊയോട്ടയുടെ കേസിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. കാരണം മാർച്ചിൽ ഇവർക്ക് 25,119 വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചായിരുന്നു. 6,419 വാഹനങ്ങളുടെ സെയിൽസിന് ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് 25.55% ആണ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ്. എഗെയിൻ ഇവരുടെ സെയിൽസ് നമ്മൾ ഹോണ്ടയുടെ കേസിലും സിട്രോൻ്റെ കേസിലൊക്കെ പറഞ്ഞതിലും കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലായതുകൊണ്ടാണ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് 25% അടുത്ത് വന്നത്. അല്ല ഇപ്പോൾ ഇവരും കമ്പാരിറ്റീവ്ലി ഇത്തിരി ലോ വോളിയം സെല്ലേഴ്സ് ആയിരുന്നെങ്കിൽ ഈ ഡീഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ എമൗണ്ട് കൂടിയേനെ. പക്ഷേ എന്തായാലും അത് കൂടിയിട്ടില്ല. ഇവിടെ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് കുറവാണെങ്കിലും വലിയ വ്യത്യാസമാണ് ടൊയോട്ടയുടെ കേസിൽ വന്നിരിക്കുന്നത് സെയിൽസിൽ. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. കിയയ്ക്ക് കഴിഞ്ഞ മാസം 19,968 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. മാർച്ചിൽ 21,400 വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയതായിരുന്നു. 1,432 വാഹനങ്ങളുടെ വ്യത്യാസവും 6.69% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണെന്ന് പറയാം. പിന്നെ ഇടയ്ക്ക് വെച്ച് കിയുടെ സെയിൽസ് 25,000 അടുത്തൊക്കെ പോയായിരുന്നു. അതും വെച്ച് നോക്കുമ്പോൾ മാത്രമേ ഒരിത്തിരി കുറവായിട്ട് തോന്നുള്ളൂ. അല്ലാത്ത പക്ഷം സെയിൽസിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ മഹീന്ദ്രയാണ്. മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം 41,008 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. വേറെ മാർച്ച് മാസത്തിൽ 40,631 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഗ്രോത്താണ് ഇവിടെ മഹീന്ദ്രയ്ക്ക് വന്നിരിക്കുന്നത്. 377 വാഹനങ്ങളുടെ വ്യത്യാസവും 0.93% ഗ്രോത്ത് റേറ്റും ഉണ്ട്. പറഞ്ഞു വരുമ്പോൾ വലിയ ഗ്രോത്ത് റേറ്റ് ഒന്നുമില്ല, 1% താഴെയാണ് എങ്കിൽ പോലും ഈ 13 കമ്പനികൾക്ക് നഷ്ടം വന്നിരിക്കുന്നതിൽ അറ്റ്ലീസ്റ്റ് ഒരു കമ്പനിക്കെങ്കിലും ഗ്രോത്ത് വന്നിട്ടുണ്ട്. ആൻഡ് അത് മഹീന്ദ്രയാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റയ്ക്ക് കഴിഞ്ഞ മാസം 47,883 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. പക്ഷേ മാർച്ച് മാസത്തിൽ 50,105 വാഹനങ്ങളുടെ സെയിൽസും ലഭിച്ചായിരുന്നു. അതായത് ടാറ്റയ്ക്കും നഷ്ടം തന്നെയാണ്. 2,222 വാഹനങ്ങളുടെ വ്യത്യാസവും 4.43% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ടാറ്റ എന്തായാലും ഈ ഒരു റേഞ്ചിൽ ഇനിയിപ്പോൾ ഈ 50,000 റേഞ്ചിലായിരിക്കും മിക്കവാറും കുറേ കാലം പിടിച്ച് പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇനി ഇത്തിരി കൂടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർക്ക് കൂട്ടാൻ പറ്റുമെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പം 60s റേഞ്ചിലേക്കും പോയേക്കാം. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായിക്ക് കഴിഞ്ഞ മാസം 50,201 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. മാർച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പം 53,001 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു അപ്പോൾ കിട്ടിയത്. 2,200 വാഹനങ്ങളുടെ വ്യത്യാസവും 5.28% ഡീഗ്രോത്ത് റേറ്റുമാണ് ഹ്യുണ്ടായിക്ക് വന്നിരിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് 50,000 ആ ഒരു റേഞ്ചിൽ തന്നെ ഹ്യുണ്ടായി പിടിച്ച് പോകുന്നുണ്ട്. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒബ്വിയസ്ലി നമ്മുടെ മാരുതി സുസുക്കി തന്നെയാണ്. കഴിഞ്ഞ മാസം 1,37,952 വാഹനങ്ങളുടെ സെയിൽസാണ് ഇവർക്ക് ലഭിച്ചത്. മാർച്ചിൽ 1,52,718 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചത്. അതായത് 14,766 വാഹനങ്ങളുടെ വ്യത്യാസവും 9.67% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഇവർക്കും ഡീഗ്രോത്ത് വന്നിട്ടുണ്ട്. ഈ 1.5 ലക്ഷത്തിൻ്റെ റേഞ്ചിൽ നിന്ന് 1,35,000 ആ ഒരു റേഞ്ചിലേക്കാണ് താഴേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇത്രയൊക്കെ വണ്ടികൾ വിൽക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഏറ്റക്കുറച്ചിലുകൾക്ക് വരുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും അധികം വിറ്റുപോയിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനികളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.